കേരളത്തിലെ റോഡുകളിൽ ഓരോ ദിവസവും അരങ്ങേറുന്ന അപകടങ്ങൾ പലപ്പോഴും നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാറുണ്ട്. അമിത വേഗത്തിലോ ഡ്രൈവറുടെ ശ്രദ്ധക്കുറവോ റോഡിലെ കുഴികളോ ആകാം അപകട കാരണമെന്ന് കരുതി നമ്മൾ സമാധാനിക്കുന്നു. എന്നാൽ തിരുവല്ലയിൽ നടന്ന ഒരു യുവാക്കളുടെ ദാരുണമായ മരണം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് വെളിപ്പെടുത്തിയത് മറ്റൊരു സത്യമാണ്. പുറമേ ഒരു സാധാരണ റോഡ് അപകടം എന്ന് തോന്നിക്കുന്ന സംഭവം യഥാർത്ഥത്തിൽ ആസൂത്രിതമായ ഒരു ആക്രമണമെന്ന തിരിച്ചറിവ് സമൂഹത്തിന് നൽകുന്ന ഞെട്ടൽ ചെറുതല്ല. സംഭവത്തിന്റെ തുടക്കം ഒരു അപകടമെന്ന് കരുതിയ ദുരന്തം. തിരുവല്ലയിലെ ഒരു റോട്ടിൽ രണ്ട് IT ജീവനക്കാർ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുകയും അവർ ദാരുണമായി മരണപ്പെടുകയും ചെയ്ത വാർത്ത തുടക്കത്തിൽ ഒരു സാധാരണ റോഡ് അപകടം മാത്രമായാണ് റിപ്പോർട്ട് ചെയ്തത്. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ യുവാക്കൾ മരിച്ചു എന്നായിരുന്നു പ്രാഥമിക നിഗമനം. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ എല്ലാവരും വിശ്വസിച്ചത് അതൊരു വിധിയാണെന്നാണ്. എന്നാൽ ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ തിരിച്ചറിയാൻ പോലീസ് നടത്തിയ ശാസ്ത്രീയാന്വേഷണം വെളിച്ചത്ത് കൊണ്ടുവന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഒരു അപകടം നടന്നാൽ പോലീസ് ആദ്യം പരിശോധിക്കുന്നത് ആ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളാണ്. എന്നാൽ ഇവിടെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പോലീസിന് ലഭിച്ചത് അപ്രതീക്ഷിതമായ തെളിവുകളാണ്. ബൈക്ക് തനിയെ നിയന്ത്രണം വിട്ടു മറിഞ്ഞതല്ല, മറിച്ച് പിന്നിൽ വന്ന ഒരു കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ബൈക്കിലിടിച്ച ശേഷം നിർത്താതെ പോയ ആ കാർ യാതൊരു പ്രകോപനവും കൂടാതെ മനഃപൂർവ്വം യുവാക്കളെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നുവെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ തെളിവ് കേസിലെ അന്വേഷണത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ച കാർ ഓടിച്ചിരുന്ന വിഷ്ണു എന്ന വ്യക്തിയെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സംഭവം നടന്ന ഉടൻ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനഃപൂർവ്വം ഒരാളെ വാഹനമിടിച്ച് അപായപ്പെടുത്തുക എന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കൊലപാതക കുറ്റത്തിന് തുല്യമാണ്. കേവലം അശ്രദ്ധമായി വാഹനമോടിച്ചതിനപ്പുറം വ്യക്തിപരമായ വൈരാഗ്യമാണോ അതോ ലഹരിയുടെ സ്വാധീനമാണോ ഇയാൾ ഇത്തരമൊരു കൃത്യം ചെയ്തത് എന്നത് അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. തിരുവല്ലയിലെ ഈ സംഭവം റോഡ് സുരക്ഷയെക്കുറിച്ച് വലിയൊരു ചോദ്യം ഉണർത്തുന്നു. നിയമം കയ്യിലെടുക്കുന്നവർക്ക് പിടിക്കപ്പെടില്ല എന്ന ധാരണ തിരുത്തപ്പെടേണ്ടതുണ്ട്. CCTV ക്യാമറകളുടെയും സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ കുറ്റവാളികളെ പിടികൂടാൻ സാധിക്കുമെന്ന ഈ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ ശക്തമായ തെളിവുകൾ ശേഖരിക്കുകയും പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യേണ്ടത് നീതിന്യായ വ്യവസ്ഥയുടെ ബാധ്യതയാണ്. വാഹനമോടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും റോഡിൽ മറ്റ് വാഹനങ്ങളോടും യാത്രക്കാരോടും കാണിക്കേണ്ട ബഹുമാനവും വീണ്ടും ചർച്ചയാകേണ്ടതുണ്ട്. ഓരോ ഡ്രൈവറും മനസ്സിലാക്കേണ്ടത് താൻ ഓടിക്കുന്ന വാഹനം മറ്റൊരു വ്യക്തിയുടെ ജീവൻ കവരാൻ സാധ്യതയുള്ള ഒരു ആയുധമായി മാറാം എന്നതാണ്. തിരുവല്ലയിലെ ഈ സംഭവം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ റോഡുകളിൽ അജ്ഞാതരായ പലരും ഇരകളാകുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉണർത്തലാണ്. മരണപ്പെട്ട യുവാക്കളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ പ്രതീക്ഷകളാണ്. ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹം ഭരണകൂടവും ഒരേപോലെ ജാഗ്രത പാലിക്കണം. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ കേസിലെ തുടർ നടപടികൾ മാതൃകാപരമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.